സ്റ്റഡി വ്ലോഗ് എടുക്കാൻ. നാളെ ഞാൻ ഇതിൻ്റെ എക്സാം എങ്ങനെ എഴുതും? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകാം. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് പറയാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു സ്റ്റഡി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്ന് 21/8/2025 അപ്പം നാളെ നമ്മുടെ സെം എക്സാം തുടങ്ങുകയാണ്. സോ ഇന്ന് രാത്രി സംതിങ് 7 മണി കഴിഞ്ഞു നോക്കട്ടെ. 7 മണിയല്ല, 8 മണിയാവാറായി. അപ്പം ഇതുവരെ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രാവിലെ CMS LMS പഠിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെയും അത് തീർന്നിട്ടില്ല. അപ്പം അത് പഠിക്കണം. നമുക്ക് 3 ഗ്രൂപ്പുണ്ട്. 2 വാട്സപ്പ് ഗ്രൂപ്പ്, 1 ടെലിഗ്രാം ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു PDF എടുക്കും, അത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഗ്രൂപ്പിൽ നിന്ന് അടുത്ത PDF എടുക്കും, അത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പ് മാറി 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 പല PDF പഠിച്ച് എന്തുകൊണ്ട് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം. കാരണം പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് പഠിക്കുക എന്നുള്ളതൊന്നും എൻ്റെ ഡിക്ഷണറിയിലില്ല. കോളേജിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് പറയുന്നത് വെറും സ്വപ്നം മാത്രം. അവിടെ ചെന്നിരുന്നാൽ ഞാൻ വാചകം പഠിച്ചിരിക്കത്തേ ഉള്ളൂ. നാളെ സെം എക്സാം ആണെന്നുള്ളൊരു ബോധം എനിക്കില്ല. എനിക്ക് ആ ഒരു സീരിയസ്നെസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കാൻ തുടങ്ങും. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഈ പരീക്ഷ സമയത്ത് വ്ളോഗ് എടുക്കാനൊക്കെ എന്ത് തോരെ എനിക്ക് വരുന്നത് നോക്കിക്ക്. ChatGPT ദേവാണ് നമ്മളെല്ലാം. ഇതാണ് രാവിലെ തൊട്ട് ഞാൻ പഠിക്കായിരുന്നു. എന്നിട്ട് ഇത് മാത്രം ഞാൻ പഠിച്ചില്ല. ആകെ MDCയിൽ തൊട്ട് നോക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ്. ഇത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഗൈസ്, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. പിന്നെ ഇത് ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഇതുവരെ വേറെ ഒന്നും MDCയിൽ തൊട്ട് നോക്കിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം, നാളെ ഞാൻ ഇതിൻ്റെ എക്സാം എങ്ങനെ എഴുതും? എന്തായാലും ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം MDC എക്സാമിൽ പ്രതിഫലിക്കുന്നതായിരിക്കും. ഏറ്റവും കുറവ് മാർക്ക് കിട്ടാൻ പോകുന്ന MDC എക്സാം ആയിരിക്കും. 10:30 ആയപ്പോഴത്തേക്കും 2 കാര്യങ്ങൾ ഇതുവരെ പഠിച്ചുള്ളൂ. ഒന്ന് CMS LMS ബേസൽ, പിന്നെ ചട്ടമ്പി സ്വാമിനെ പറ്റി. വേറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ ഇടയ്ക്ക് ഗൂഗിൾ പേയിൽ പുതിയ എന്തോ അപ്ഡേറ്റ്, എന്തോ സെൻഡ് ടു വിൻ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അവനെനിക്ക് 30-ന് മേളിൽ സ്കോർ തരുന്നില്ല. നമ്മളിപ്പോൾ ദേവകി നിലയങ്കോണ്ട് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വായിച്ചു. സമയം ഏകദേശം 12:30 ആയി. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകണം. രാവിലെ 6 മണിക്ക് ഞാൻ ഒരുങ്ങിയാലേ എനിക്ക് 6:55 ബസ് കിട്ടും. 6:55 ബസ്സിൽ എന്തായാലും പോകണം. എനിക്ക് കോളേജിൽ നേരത്തെ പോയിരിക്കാം. 6 മണി വരെ എനിക്ക് എന്തായാലും പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ പഠിക്കും. കോളേജിൽ നിന്ന് എന്തായാലും പഠിക്കാം. അതുകൊണ്ട് തീർച്ചയായും പക്ഷേ തുറക്കാൻ പോകുന്നുണ്ട്. സോ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 12 ഒരു 2:30 വരെ ഓർമ്മ 2:30 വരെ ഓർമ്മ എനിക്ക് 2.5 മണിക്കൂർ പഠിക്കാം. 3 മണി വരെ വന്നാൽ നമ്മൾ എനിക്ക് 2.5 മണിക്കൂർ ഓർക്കാൻ കിട്ടും. 3 മണി വരെ എനിക്ക് കുറച്ച് നല്ലത്. പിന്നെ ഇത് എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സാം കഴിയണം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് മുമ്പ് ഇടുമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. എക്സാം കഴിഞ്ഞായിരിക്കും കൂടുതൽ ഇടാൻ ചാൻസ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് കണ്ടന്റ് ചെയ്യും ഗൈസ്, എനിക്കൊരു ഐഡിയയും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമ്മുടെ ഈ ചാനൽ നെയിം നമ്മൾ മാറ്റാൻ നിൽക്കുവാണ്. അതായത് സ്ട്രൈക്ക് ഗെയിമിംഗ് 2.0. നമ്മൾ ഗെയിമിംഗ് അല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. ലൈക്ക് സ്ട്രൈക്ക് വ്ളോഗ്സ്, സ്ട്രൈക്ക് അൺഫിൽറ്റേഡ്, സ്ട്രൈക്ക് എൻ്റർടൈൻമെൻറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഈ സ്ട്രൈക്ക് എന്നുള്ള പേര് വേണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ ഒരുപാട് കമൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തായാലും കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇപ്പോൾ ഒരു ന്യൂ വ്യൂവർ വന്നിട്ട് ഇവിടെ കാണുകയാണ്, ഈ സംഭവം കാണുമ്പോഴത്തേക്കും അയാൾ എന്തെങ്കിലും കമൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് എടുത്ത് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ഒരു കമൻറ്റും ഇല്ലെങ്കിൽ ആ ഇമ്പ്രഷൻ പോവില്ലേ. സോ കമൻറ്റ് ചെയ്യാം ഗൈസ്. ഈ ലൈക്ക്, ഷെയർ, കമൻറ്റ് പോലത്തെ ഓപ്ഷൻ ചുമ്മാ വെച്ചേക്കുന്നതല്ല, അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കുക. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഉറങ്ങിയിട്ട് നമ്മളൊരു 2:30 ആകുമ്പോൾ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 3 വരെ പോകാൻ പറ്റില്ല. കാരണം എനിക്ക് 6 മണി വരെ പഠിക്കാൻ സമയമുള്ളൂ. 2:30 വരെ നമ്മൾ ഉറങ്ങാൻ പോകണം. അത് നമ്മൾ എന്നേക്കും പിന്നെ വീണ്ടും പഠിക്കും. യെസ്, പക്ഷെ പഠിക്കാനുള്ള മൂഡില്ല ഗൈസ്. ബിക്കോസ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഭൂരിഭാഗം കാര്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. അതിന് പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പർ വരത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പഠിക്കുന്നു. എന്നാലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. യെസ്, ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ഇപ്പൊ സമയം 4:30. കൺഗ്രാറ്റുലേഷൻസ് കാലക്കേടാ. You have left 1.5 hours only. പഠിക്കുന്ന ടൈമിൽ വന്നൊരു ഡൗട്ടാണ്. വൺ ഓഫ് ദ കേളപ്പൻസ് മോസ്റ്റ് കോൺട്രിബ്യൂഷൻ വാസ് ലീഡർഷിപ്പ് ഇൻ ഗുരുവായൂർ സത്യാഗ്രഹ 1931-32. TK മാധവൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഫേമസ് ഗുരുവായൂർ സത്യാഗ്രഹ. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഡൈഡ് ഓൺ April 27, 1930. 1930 അദ്ദേഹം മരിച്ചു. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം
1931 മുതൽ 32 വരെ. ഹൗ ഈസ് ദാറ്റ് ഈവൻ പോസിബിൾ? ഞാനത് മെച്ചോട് ചോദിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹയുടെ ഇയർ ചോദിച്ചപ്പോൾ പറഞ്ഞു 1931, 32 ആണെന്ന്. ലെഡ് ബൈ കെ കേളപ്പൻ. സോ അവിടെ ഒരു ഡൗട്ടേ ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചു, ഈ ടി കെ മാധവൻ ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഫിഗർ ഇൻ വൈക്കം സത്യാഗ്രഹ, ബട്ട് ദർ ഇസ് നോ ഡയറക്റ്റ് കണക്ട് മെൻഷൻ ബിറ്റ്വീൻ ഹിം ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹ എന്ന്. ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിലാണ്, പക്ഷേ ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യെസ് ഗൈസ്, ഇപ്പം ടൈം ആയിരിക്കുകയാണ്, 6 മണി ആയിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരുങ്ങണം, സ്കൂളിൽ പോകണം, കോളേജ്. ചില കാര്യങ്ങൾ സെലക്ട് ചെയ്താണ് പഠിച്ചത്. എൻ്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് എന്തായാലും ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുന്ന ചില സംഭവങ്ങളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ലാത്തതൊന്നും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. എൻ്റെ ഇൻറ്റ്യൂഷനിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കോളേജിൽ ഞാൻ വ്ലോഗ് എടുക്കുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് പറയാം. ഓക്കെ, എല്ലാം കയ്യിൽ നിന്ന് പോയി ഗൈസ്. അവസാനം വന്നതിൻ്റെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ഇൻറ്റ്യൂഷൻ എന്നെ ചതിച്ചു ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചൊന്നും അവർ ഇട്ടിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കാത്തല്ല ഇട്ടു. ഇപ്പം ചെയ്യാൻ നോക്കാം. ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവ് ഇതായിരിക്കും. അതും ഇനി ബാക്കിയുള്ള എക്സാം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. എന്നാലും ഇപ്പോഴത്തെ ഇതിൽ ഇതായിരിക്കും ഏറ്റവും കുറവ് മാർക്ക് കിട്ടാൻ ചാൻസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വ്ളോഗ്. ഇത്രയൊക്കെയുള്ള വ്ളോഗ്, വേറൊന്നും വ്ളോഗിൽ ബൈ. ഒന്നും പറയാനില്ല എനിക്ക്.